ഹോർമൂസ് കടലിടുക്ക് മറ്റൊരു യുദ്ധഭീഷണി നേരിടുമ്പോൾ ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾ ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ അപകട മേഖലയിലൂടെ വിജയകരമായി തന്നെ പ്രയാണം തുടരുകയാണ്. ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്നതായിരുന്നു ആഗോള തലത്തിൽ പോലും ചർച്ചാ വിഷയമായി മാറിയത്. അമേരിക്ക ഇറാൻ സംഘർഷത്തെ തുടർന്നുകൊണ്ട് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളൊക്കെയും തന്നെ ഈ റൂട്ടിൽ നിന്നും കപ്പലുകൾ പിൻവലിക്കുകയോ സർവീസുകൾ നിർത്തിവെക്കുകയോ ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. എക്കാലവും മോദി വിരുദ്ധത മാത്രം പാടി നടന്നവർക്ക് ഇത് വെറും ഒരു സാധാരണ വാർത്ത മാത്രമായിരിക്കും. എന്നാൽ ഇതിന് പിന്നിലെ കഷ്ടപ്പാടും അദ്ദേഹം എടുത്ത നയതന്ത്ര മികവും ഒന്നും തന്നെ ആരുടെ കണ്ണിൽ പോലും ഉടക്കില്ല എന്നതാണ് വാസ്തവം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന അതിശക്തമായ സമുദ്ര സുരക്ഷാ തന്ത്രങ്ങളുടെയും നയതന്ത്ര വിജയത്തിന്റെയും തെളിവാണ് ഇന്ന് ഹോർമൂസിലൂടെ തന്നെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്നത്. മോദിയുടെ മാത്രം കഴിവാണത്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ ക്രൂഡ് ഓയിൽ, LPG, രാസവളങ്ങൾ എന്നിവയുടെ ഇറക്കുമതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ തന്നെ രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുകയും അത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഷിപ്പിംഗ്, പെട്രോളിയം മന്ത്രാലയം ഇതുമായി ചേർന്നുകൊണ്ട് അതീവ രഹസ്യവും കൃത്യവുമായ ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇന്ത്യക്ക് അടിയന്തരമായി തന്നെ ആവശ്യമുള്ള ഇന്ധനവുമായി വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കുക എന്നതായിരുന്നു ഇതിൽ പ്രധാനമായും പറയുന്നത്. ഓപ്പറേഷൻ ഊർജ സുരക്ഷ എന്ന പേരിൽ ഇന്ത്യൻ നാവികസേന പേർഷ്യൻ ഗൾഫിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധക്കപ്പലുകളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളുമാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. അപകട മേഖലയിലൂടെ കടന്നു പോകുന്ന ശിവാലിക്, നന്ദാദേവി, ജിഗ്ലഡാക്കി തുടങ്ങി ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേന നേരിട്ട് അവിടെ അകമ്പടി സേവിക്കുന്നു. ഇന്ത്യയുടെ ഊർജ സുരക്ഷയും സമുദ്ര സുരക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന എല്ലായ്പ്പോഴും സജ്ജമാണ് എന്നതായിരുന്നു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ തന്നെ സാധാരണ ഇൻഷുറൻസ് കമ്പനികൾ ഈ റൂട്ടിലോടുന്ന ആ കപ്പലുകൾക്ക് പരിരക്ഷ നൽകാൻ മടിക്കാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഭാരത സർക്കാർ സ്വന്തമായി മറൈൻ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ കപ്പലുകൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെയാണ്. വൻ ശക്തികളായ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള ചരിത്രപരമായ നയതന്ത്ര ബന്ധം അവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. ഈ സൗഹൃദം തന്നെയാണ് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അനുമതി നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പതാകകളേന്തിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി തന്നെ കടന്നുപോകാൻ ഇന്ത്യൻ മൈനുകളുമായി തന്നെ അവർക്ക് വലിയ രീതിയിൽ അനുമതി നൽകിയത് എന്നതാണ് ഇതിന് പിന്നിൽ ഏറ്റവും വലിയ രഹസ്യമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ കാമ്പായി തന്നെ എടുത്തു പറയേണ്ടത്. ആഗോള പ്രതിസന്ധിക്ക് ഇടയിൽ പോലും സ്വന്തം രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അത് കണ്ടറിഞ്ഞുകൊണ്ട് പ്രതിരോധവും നയതന്ത്രവും ഒരുപോലെ തന്നെ സമുന്നയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ നീക്കം ലോകരാജ്യങ്ങൾക്ക് വലിയൊരു പാഠം തന്നെയാണ്. കടലിടുക്കിലെ യുദ്ധ കണ്ണുകൾക്ക് അതിന്റെ മുന്നിലൂടെ തന്നെ ഭാരതത്തിന്റെ കപ്പലുകൾ സുരക്ഷിതമായി തന്നെ തീരമണയുമ്പോൾ അത് ലോകവേദികളിൽ ഇന്ത്യ എന്ന മഹാശക്തിയുടെ തന്ത്രപരമായ മോദി എന്ന ആ ഉരുക്കു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായി തന്നെ തന്ത്രപരമായ ശക്തിയായി തന്നെ ഈ ഒരു വിജയത്തിന്റെ വിളംബരം ഇവിടെ കൊട്ടി ആഘോഷിക്കപ്പെടുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.